بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. صدق الله العلي العظيم. അഹ്ലു സുഫ ഹദീസ് പഠനവേദിയിലെ സ്നേഹനിധികളായ വിശ്വാസികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഹദീസ് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസൽ ഗിനാ അൻ കസ്റത്തിൽ അർദ് വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. പരിശുദ്ധമായ ഹദീസ് സംബന്ധമായ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. മനുഷ്യനിക്ക് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ അനുഗ്രഹങ്ങൾ മനുഷ്യനൊരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും അവൻ ചിന്തിക്കണം. അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ, അവൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കണം. പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മെ മറന്ന്, സൃഷ്ടാവിനെ മറന്ന് മറ്റൊരു ലോകത്തേക്ക് ചിന്തിക്കാൻ പാടില്ല, മറ്റൊരവസ്ഥയിലേക്ക് മാറിപ്പോവാനും പാടില്ല. എല്ലാം തരുന്നത് അല്ലാഹുവാണ്, എല്ലാം വിധിക്കുന്നതും അല്ലാഹുവാണ്. അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ് എന്നുള്ള ഉത്തമ ബോധ്യം മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവൽ അത്യാവശ്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നബിയെ, തങ്ങൾ പറഞ്ഞു കൊടുക്കണം, എൻ്റെ സ്വന്തം ശരീരങ്ങളുടെ മേൽ അതിക്രമം ചെയ്ത എൻ്റെ അടിമകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷ മുറിയാൻ പാടില്ല. അവൻ്റെ റഹ്മത്ത് എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. സത്യവിശ്വാസികളായ ആളുകൾ 17 വട്ടം അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ അല്ലാഹ് എന്ന വചനം പറയുമ്പോൾ ആ അല്ലാഹുവിനെ അവൻ പരിചയപ്പെടുത്തുന്നത് അർ റഹ്മാൻ അർ റഹീം എന്ന ഈ പരിശുദ്ധമായ നാമം ഉച്ചരിച്ചിട്ടാണ്. അഥവാ എൻ്റെ റബ്ബ് കാരുണ്യവാനാണ്, കരുണ ചെയ്യുന്നവനാണ് എന്നുള്ള ഈ ഇസ്മുകളെയാണ്. ഇത് നമ്മൾക്ക് ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ ഒരിക്കലും പ്രതീക്ഷ മുറിയാൻ നമുക്ക് പാടില്ലാത്തതാണ്. എപ്പോഴും അവൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. എന്നാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ പോലും അത് ക്ലിപ്തമാക്കാൻ നമുക്ക് കഴിയില്ല. വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണി നോക്കൂ. എണ്ണി നോക്കിയാൽ അത് നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല, എത്രയാണെന്ന് എണ്ണി പറയാൻ കഴിയില്ല. അല്ലാഹു പുറത്തു തരുന്നവനാണ്, അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ് എന്നാണ് അല്ലാഹു ഈ ആയത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. നമ്മുടെ ശരീരങ്ങളിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാകും. കാണാനുള്ള കണ്ണിൻ്റെ കാഴ്ചശക്തി, കേൾക്കാനുള്ള കേൾവി, അതുപോലെ സംസാരിക്കാനുള്ള കഴിവ്, നമ്മുടെ എല്ലാ അവയവങ്ങളും ചലിപ്പിക്കാനുള്ള കഴിവ്, ഇതൊക്കെ തന്നത് അല്ലാഹുവാണ്, അവൻ്റെ അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെയും എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏകനായ അല്ലാഹുവിനെ കുറിച്ചിട്ടാണ്. ഏകനായ എല്ലാ കഴിവുകളും തന്ന, എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ചിന്ത കൂടിയാണ് ഈ അനുഗ്രഹങ്ങൾ നമുക്കെപ്പോഴും പറഞ്ഞു തരുന്നത്. എന്നാൽ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണ്? ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യൻ ഇങ്ങനെയാണ്, അവന് സ്വന്തമായിട്ട് വല്ല
പരീക്ഷണവും വരികയും എന്നിട്ട് ആ പരീക്ഷണങ്ങളിൽ അവൻ രക്ഷപ്പെട്ടവനെ ആദരിക്കുകയും അവന് നല്ല സുഖം നൽകുകയും ചെയ്താൽ ഈ മനുഷ്യൻ പറയുമെന്നാണ്, എൻ്റെ റബ്ബെന്നെ ബഹുമാനിച്ച് ആദരിച്ചിട്ടുണ്ട്. ഖുർആൻ പറയുകയാണ് നമ്മുടെ അവസ്ഥ. ഇതേ മനുഷ്യനെ പ്രയാസങ്ങൾ വന്നിട്ട് അവൻ്റെ റിസ്ഖിനെ, അവൻ്റെ വിഭവങ്ങളെ അവൻ്റെ മേൽ ഞെരുക്കമാക്കി കളഞ്ഞാൽ ഇതേ മനുഷ്യൻ പറയും, എന്നെ റബ്ബ് എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല, എന്നെ നിസാരനാക്കുകയാണ് ചെയ്തത്, എന്നെ അപമാനിക്കുകയാണ് ചെയ്തത് എന്ന് പറയും. അനുഗ്രഹങ്ങൾ അവൻ മറന്നു പോവുകയാണ് ആ സമയത്ത്. മനുഷ്യൻ അങ്ങനെയാണ്. ഈ രീതി, ഈ സ്വഭാവ രീതി ഒരു സത്യവിശ്വാസിക്ക് അനുയോജ്യമല്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉൻദുറൂ ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴ്ന്നവനിലേക്ക് നിങ്ങൾ നോക്കണം. വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗകകും, നിങ്ങൾക്ക് മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല. നിങ്ങളെക്കാൾ സാമ്പത്തികമായി പിറകിൽ നിൽക്കുന്ന, നിങ്ങളുടെ വീടുകളെക്കാൾ ചെറിയ വീടുകളിൽ താമസിക്കുന്നവരിലേക്ക് എപ്പോഴും നിങ്ങൾ നോക്കണം. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് അവനേക്കാൾ നല്ല വീട് തന്നിട്ടുണ്ട്, അത് അല്ലാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹമല്ലേ. എത്ര എത്ര രോഗികളുണ്ട്, അവനെപ്പോലെ എന്നെ രോഗിയാക്കിയില്ലല്ലോ, ഞാൻ ആരോഗ്യവാനാണല്ലോ, അല്ലാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹമല്ലേ ഇത്. ഇങ്ങനെ ചിന്തിക്കണം. നേരെ മറിച്ച് നിങ്ങളെക്കാൾ മുതിർന്ന വലിയ മണിമാളികകളെടുത്ത് അതിൽ താമസിക്കുന്നവരിലേക്ക് നിങ്ങൾ നോക്കരുത്. അത് നിങ്ങളെ അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകറ്റി നിർത്താൻ, ആ പ്രതീക്ഷയിൽ നിന്ന് മാറ്റി നിർത്താൻ കാരണമായേക്കും. അതാണ് ഹദീസ് പറഞ്ഞ് പൂർത്തിയാക്കുന്നത്. എന്തുകൊണ്ട് മുകളിലേക്കുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് എന്ന് പറയാൻ കാരണം, ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹ്, അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ തള്ളിക്കളയാതിരിക്കാൻ നിങ്ങൾക്ക് നല്ലത് ഈ രീതി സ്വീകരിക്കലാണ്. താഴ്ന്നവരിലേക്ക് നോക്കുക, നിങ്ങളെക്കാൾ മേലെയുള്ളവരിലേക്ക് നോക്കാതിരിക്കുക. നമ്മൾ ആലോചിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും അല്ലാഹു നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ മറുപടി പറയേണ്ടി വരും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഒരു വഴിയിൽ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു. അല്പസമയം കഴിഞ്ഞപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നത്. മൂന്ന് പേരും ഒരുമിച്ച് കൂടിയത് ഒരേ ലക്ഷ്യമായിരുന്നു. പരസ്പരം ചോദിച്ചു, എന്താണ് ഈ സമയത്ത് ഇറങ്ങി വന്നത്? നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് വല്ലാതെ വിശപ്പുണ്ട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളും പറഞ്ഞത് വിശപ്പാണ്, ഉമർ തങ്ങളും പറഞ്ഞത് വിശപ്പാണ്. ഈ മൂന്ന് പേരും മഹാനായ അൻസ്വാരിയായ അബുൽ ഹൈസം എന്ന സ്വഹാബിയുടെ വീട്ടിലേക്ക് കയറിപ്പോയി. അവിടുന്ന് അദ്ദേഹം നബി മൂന്ന് പേർക്കും വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി. ആടിനറുത്തിട്ട് മാംസം ഇവർക്ക് കഴിക്കാൻ കൊടുത്തു. നല്ല നിലയിൽ ഭക്ഷണം കഴിച്ച് വിശപ്പൊക്കെ മാറ്റി വളരെ സന്തുഷ്ടരായി സന്തോഷത്തോടെ മടങ്ങിപ്പോകാൻ വേണ്ടി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണിത്. ഈ അനുഗ്രഹത്തെക്കുറിച്ച് നാളെ അല്ലാഹു നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ ആലോചിക്കണം, ഈ ലോകത്ത് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ തണലുകളിലും, നമ്മൾ ഓരോ ആസ്വാദനങ്ങളിലും നമ്മൾ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. മഹാന്മാരായ സ്വഹാബത്ത് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്. ഒരാൾ മരുഭൂമിയിലൂടെ നടന്നുപോയിട്ട് അയാൾ നല്ലോണം ദാഹിച്ചു.
ദാഹിച്ച് പരവശനായ സമയത്ത് അയാൾക്ക് നല്ല തെളിനീര് കിട്ടി, നല്ല ശുദ്ധമായ വെള്ളം, ആ വെള്ളം കുടിച്ചിട്ടവൻ ആശ്വാസം കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പോലും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ മറുപടി പറയേണ്ടി വരും. അത് ഈ ലോകത്ത് വെച്ച് അവനക്ക് കിട്ടിയ ഒരു നിഅമത്താണ്, ഒരു അനുഗ്രഹമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് ഇങ്ങനെയാണ്. അപ്പൊ സത്യവിശ്വാസികളായ ആളുകൾ ഈ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു ചെയ്തു തന്നതാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി എപ്പോഴും അതിന് ശുക്ർ ചെയ്യാൻ കടമപ്പെട്ടവരാണ്. ശുക്ർ ചെയ്താൽ തീരുകയുമില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഏതെങ്കിലും ഒരവയവങ്ങൾ മാത്രം എടുത്തിട്ട് അള്ളാഹു എനിക്ക് ഇന്ന് അവയവം തന്നിട്ടുണ്ട്, ഞാൻ ശുക്ർ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു അൽഹംദുലില്ലാ എന്ന് പറയുകയാണെങ്കിൽ ഈ അൽഹംദുലില്ല പറയാനുള്ള കഴിവ് തന്നത് അള്ളാഹു ആണ്. ആ കഴിവ് തന്നതിനും ഒരു ശുക്ർ. ഇങ്ങനെ തീരാതെ ശുക്ർ ചെയ്യാൻ മനുഷ്യൻ കടമപ്പെട്ടവനായി പോകും. അതുകൊണ്ടാണ് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്, അത് നിസ്സാരമാക്കി നമ്മൾ കാണാൻ പാടില്ല. ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നാലും അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ മറന്നു പോവാനോ തള്ളിപ്പറയാനോ എതിർക്കാനോ പാടില്ല. എല്ലാം തരുന്നത് അള്ളാഹുവാണ്. ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തതും അതാണ്. വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. നന്മയായാലും തിന്മയായാലും എല്ലാം അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ് എന്ന് ചിന്തിച്ച് അതിൽ സംതൃപ്തരാവുകയാണ് വേണ്ടത്. ഇന്നത്തെ ഹദീസും അതാണ് നമുക്ക് പാഠമായി തരുന്നത്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, അന്നഹു ഖാല, അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസൽ ഗിനാ അൻ കസ്റത്തിൽ അർള്, ഭൗതിക വിഭവങ്ങളിലെ വർധനവല്ല അനുഗ്രഹം, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അതല്ല, ഭൗതികമായ സുഖങ്ങൾ അധികരിക്കുക എന്നുള്ളതല്ല. വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സംതൃപ്തിയാണ്, സന്തോഷമാണ്. നമ്മുടെ മനസ്സ് റാഹത്താവലാണ്. ഒരുപാട് സമ്പത്തുണ്ടാവലല്ല, ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവലല്ല. നമ്മുടെ മനസ്സ് സന്തോഷമായിരിക്കലാണ് ഹൃദയത്തിലേക്കാണ് അതുണ്ടാവേണ്ടത് എന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള പാഠം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ ഓർക്കണം, ശുക്ർ ചെയ്യണം. അത് തള്ളിപ്പറയാൻ നമ്മൾ നിൽക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ എടുത്തു പറയുകയും ചെയ്യണം. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹു നിന്റെ രക്ഷിതാവ് നിനക്ക് തന്ന അനുഗ്രഹങ്ങൾ നീ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് അഹങ്കരിക്കാനല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം, എനിക്ക് ഇന്ന് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, ആളുകളോട് പറയാം. നമ്മുടെ മനസ്സിൽ അതിൻ്റെ പേരിൽ അഹങ്കാരം ഉണ്ടാവാനും പാടില്ല. അത് ശ്രദ്ധിക്കേണ്ടതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു തരട്ടെ. അനുഗ്രഹങ്ങൾ സംതൃപ്തിയോടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.